10 കൊല്ലം എന്താണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയത്? നാടിനിപ്പോൾ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. ഇവിടെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ, ഇക്കണോമിക് മാനേജ്മെന്റിൽ മാറ്റം വന്നില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. 92% നമ്മൾ പലിശയും കടവും പെൻഷന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ് കാശ് എവിടുന്ന? പുതിയ തലമുറയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഒരു സർക്കാരാണെങ്കിൽ, സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇന്നും വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ഇക്കണോമിക് സ്ട്രാറ്റജി ഉണ്ടാവണം. അതിനുവേണ്ടി കാശ് എവിടുന്ന് വരും? ഇതെല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യേണ്ടതല്ലേ? ഒരു സർക്കാരിൻ്റെ കടമയല്ലേ അത്? ഇവരതൊന്നും ചെയ്യാണ്ട് ഒരു കംപ്ലീറ്റ് ഫ്ലോപ്പ് ഒരു പോൺജി സ്കീം കൊണ്ടുവന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ ആദ്യം ആൾക്കാർ, സാധാരണക്കാർ ചോദിക്കണ്ടല്ലോ, എന്തുകൊണ്ട് എൻ്റെ ക്ഷേമ പദ്ധതി, എൻ്റെ പെൻഷൻ 5 മാസം ഡിലേ ആവുന്നു ചോദിക്കുന്നുണ്ടല്ലോ. സാധാരണ ജീവനക്കാർ ചോദിക്കുന്നത് എൻ്റെ സാലറി എന്താണ് 5 മാസം 3 മാസം കഴിഞ്ഞിട്ട് എത്തുന്നത് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ്. ഇത് ചോദിച്ച ചോദ്യം 100% കറക്റ്റാണ്. നമുക്ക് വികസനം വേണമെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ആൻറ്റി ഇൻവെസ്റ്റ്മെന്റ് ഐഡിയോളജി, ആൻറ്റി ഓൺട്രപ്രണർ ഐഡിയോളജി നമ്മളെ ബാധിക്കും. ഇതിനെ മാറ്റിയേ പറ്റൂ. അതുകൊണ്ടാണ് BJP NDAക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഇത് കോൺഗ്രസിനും ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന് നല്ല ഒരു എക്കോണമി കൊടുത്തതാണ് 23-ല് കർണാടകയിൽ. അവരെന്താണ് ചെയ്യുന്നത് അവിടെ? 10 കൊല്ലം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ ഇന്ത്യനെ? എന്ത് ചെയ്തു? അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ക്വാളിഫിക്കേഷനാണ്. ഇക്കണോമിക് മാനേജ്മെന്റ് ദുർബലമായ ഇക്കോണമിയെ മാറ്റി ശക്തമായ ഇക്കോണമി ആക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അത് നരേന്ദ്രമോദിജി കാണിച്ചു തന്നതാണ് കഴിഞ്ഞ 11 കൊല്ലം. അതിന് സംസ്ഥാന സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്ത് ഏകദേശം 6000 കോടിയോളം രൂപ നൽകേണ്ടി വന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് BGF മാത്രമാണ് നൽകിയിരുന്നത്. പക്ഷേ BGF അടിസ്ഥാനത്തിൽ തിരിച്ചടക്കുന്ന കരാറായിട്ടാണ് ഉണ്ടാക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു വികസന സംസ്ഥാനം കൊണ്ടുവരുന്നവർ കൂടെ കേരളം നിർത്തുന്നില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ. അല്ല വിഴിഞ്ഞത്തിൽ കാശ് കൊടുത്തല്ലോ കേന്ദ്ര സർക്കാർ. നാഷണൽ ഹൈവേ എത്ര ലക്ഷം കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അല്ല നോക്കൂ, ഒരു മിനിറ്റ്. ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങളെ സേവിക്കാൻ ആരാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം? സംസ്ഥാന സർക്കാരിൻ്റെ അല്ലേ? അല്ല ഞാൻ ഉത്തരം തരില്ല. അല്ല നോക്കൂ, നിങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ മിസ്മാനേജ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ മിസ്മാനേജ് ചെയ്തോളൂ, ഞങ്ങൾ കാശ് തരാം. അങ്ങനെ ഒരു ഉത്തരവാദിത്വമോ ഒരു കടമ എവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റ് നിങ്ങളെ സഹായിക്കും, പിന്തുണ തരും. അത് നരേന്ദ്രമോദിജി എത്രയോ സംസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് സർക്കാർ. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ഇക്കോണമിയെ തകർത്ത് വെച്ച ഒരു സ്ഥിതിയല്ലേ. ഇവിടെ ആർക്കെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഇന്ന് ധൈര്യമുണ്ടോ? കഴിഞ്ഞ 10 കൊല്ലം നടന്നില്ലല്ലോ. എന്തുകൊണ്ടും നടന്നില്ല? ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ, ഞാൻ ബഹുമാനത്തോട് എല്ലാവരും പറയാം, ഞാൻ വലിയൊരു പണ്ഡിറ്റല്ല, ഞാൻ എന്നും പറയാം, സാമാന്യ ബുദ്ധി. നിക്ഷേപം വന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവുക? ഇക്കണോമിക് ആക്ടിവിറ്റി വഴിയല്ലേ തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിക്കുക. ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ചെയ്യില്ല. 92% ബഡ്ജറ്റിന്റെ റവന്യൂ പോകുന്നത് ഡെറ്റ് സർവീസും ക്ഷേമ പദ്ധതിക്കാണ്. പിന്നെ എങ്ങനെയാണ്? പിന്നെ BGF അങ്ങനെ സംസ്ഥാന സർക്കാരിന് അത്ര ഒരു കഴിവും ധൈര്യവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തിനാണ് BGF ചോദിക്കുന്നത്? വിഴിഞ്ഞം ആരെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നത് ഗുണം ആർക്കാണ്? കേരളത്തിനല്ലേ? കേരളത്തിന് യുവാക്കൾക്കല്ലേ? കേരളത്തിന് ബിസിനസ്സിനല്ലേ? അപ്പോൾ അവരല്ലേ അതിന് പിന്തുണ കൊടുക്കേണ്ടത് 100%? അത് ചെയ്യാണ്ട് സെൻട്രൽ ഗവൺമെന്റ് സഹായവും വേണം. പിന്നെ സഹായം തന്നതിന് അതിന്റെ സ്ട്രക്ചർ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണോ? അതൊന്നും നടക്കില്ല. അത് നോക്ക്, ഇതെല്ലാം ഇതൊരു പ്രചരണമല്ലേ, ഇങ്ങനെ പറഞ്ഞു നടക്കട്ടെ. അതിങ്ങനെ ഈ ഇലക്ഷന് ജനങ്ങൾ തീരുമാനിക്കും.
ഇത് 10 കൊല്ലം ഒരേ ഒരു സ്റ്റക്ക് റെക്കോർഡ് പോലെ ഇവിടുന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ സത്യം ഇപ്പൊ കാണിച്ചു തന്നല്ലോ. 22 ലക്ഷം കോടി എവിടെ പോയി? 10 കൊല്ലം 22 ലക്ഷം കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പേരില്. ഇന്ന് പിന്നെ എന്തിനാണ് തൊഴിലില്ലാത്ത ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മത്തെ സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റിൽ? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണോ? പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുന്നത്?